എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ജൂൺ മാസത്തെ പെൻഷൻ വിതരണം 24-ാം തീയതി മുതലാണ് ആരംഭിച്ചത്. 25-ാം തീയതിയൊക്കെ സജീവമായിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തി. കേന്ദ്ര വിഹിതം ലഭിക്കുന്ന ആളുകൾക്ക് 300, 200, 500 രൂപയുടെയൊക്കെ കുറവുണ്ട്. ആ ഒരു തുക ഉടനെ ലഭിക്കുന്നതാണ്. ഒരാഴ്ചക്കുള്ളിൽ ആ ഒരു തുക എത്തിച്ചേരുന്നതാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത്. വീടുകളിൽ വിതരണം ചില സ്ഥലങ്ങളിൽ ആരംഭിച്ചിട്ടുണ്ട്. വ്യാഴാഴ്ച ദിവസം ട്രഷറിയിൽ നിന്നും പണം ലഭ്യമായിട്ടുള്ള സർവീസ് സഹകരണ സംഘങ്ങളിലാണ് ഇപ്പോൾ വീടുകളിൽ പെൻഷൻ വിതരണം ആരംഭിച്ചിട്ടുള്ളത്. അല്ലാത്ത ആളുകൾക്ക് തിങ്കളാഴ്ച മുതലായിരിക്കും വീടുകളിൽ പെൻഷൻ വിതരണം ആരംഭിക്കുക. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ പെൻഷൻ വിതരണം സജീവമായിട്ട് നടക്കും. 3-ാം തീയതിക്കുള്ളിൽ സംസ്ഥാനത്തെ മുഴുവൻ വീടുകളിലും ക്ഷേമ പെൻഷൻ വിതരണം പൂർത്തീകരിക്കുന്നതാണ്. ഇപ്പോൾ ക്ഷേമ പെൻഷൻ വിതരണം സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. വിധവാ അവിവാഹിത പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് ജൂൺ 30-ന് മുമ്പ് പുനർവിവാഹിതയല്ല എന്ന സർട്ടിഫിക്കറ്റ് നൽകണം. അതായത് മാർച്ചിൽ മുമ്പ് നൽകിയിട്ടുള്ളവർ ഇപ്പോൾ വീണ്ടും നൽകേണ്ടതില്ല. അന്ന് നൽകാത്തവരാണ് ഇപ്പോൾ നൽകേണ്ടത്. വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടപ്പോൾ നൽകാത്തവർ മാത്രമാണ് നൽകേണ്ടത്. 2019 ഡിസംബർ 31-ന് മുമ്പ് പെൻഷൻ അനുവദിച്ച് കിട്ടിയിട്ടുള്ളവർ മാത്രമാണ് നൽകേണ്ടത്. 2020 ജനുവരി മുതൽ പെൻഷൻ ലഭിച്ച് കിട്ടിയിട്ടുള്ളവർക്ക് വരുമാന സർട്ടിഫിക്കറ്റിന്റെ ആവശ്യവും ഇല്ല. അപ്പോൾ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾ ഈ കാര്യം പൂർണ്ണമായിട്ടും മനസ്സിലാക്കുക. അടുത്ത പെൻഷൻ ജൂലൈ 23-ന് ശേഷമായിരിക്കും ഉണ്ടാകുക. ജൂലൈ 21-ന് കടമെടുപ്പ് ഉണ്ടാകും. ജൂലൈ 22, 23 ആകുമ്പോഴേക്കും ഉത്തരവ് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. 23, 24, 25 തീയതികളിലായിട്ട് തുക വിതരണം നടക്കും. ഈ വർഷത്തെ മസ്റ്ററിംഗ് നടക്കേണ്ട സമയമാണ്. കഴിഞ്ഞ വർഷമൊക്കെ ജൂലൈ, ഓഗസ്റ്റ് സമയത്തിലാണ് മസ്റ്ററിംഗ് നടന്നിരുന്നത്. ഇതുവരെ മസ്റ്ററിംഗ് പ്രഖ്യാപിച്ചിട്ടില്ല. സർക്കാർ മാറുന്ന ഒരു താമസം ഉണ്ടായിരുന്നു. അപ്പോൾ അത് പുതിയ മസ്റ്ററിംഗ് ഉണ്ടാകും. അപ്പോൾ മസ്റ്ററിംഗ് ഇപ്പോൾ ഉണ്ടാകുമോ ഇല്ലേ എന്നൊക്കെ കൃത്യമായിട്ട് വ്യക്തമാവേണ്ടതുണ്ട്. നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ 100 ദിന കർമ്മ പദ്ധതി ജൂലൈ 1 മുതൽ ആരംഭിക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷമാവാനാണ് സാധ്യത. എന്തായാലും അതെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. കൃത്യമായിട്ടുള്ള അറിയിപ്പുകൾ ലഭിച്ചാൽ നമ്മുടെ ചാനലിലൂടെ അറിയിക്കുന്നതാണ്. മറ്റൊന്ന് മുഖ്യമന്ത്രിയുടെ വാക്കുകളാണ്. മുഖ്യമന്ത്രി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്, അതും കൂടി ഒന്ന് കേൾക്കുക. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, തീർച്ചയായിട്ടും നമുക്ക് ഈ പെൻഷന്റെ ഗുണഭോക്താക്കളുടെ കാര്യം പരിശോധിക്കണം. പീരിയോഡിക്കലായി അത് പരിശോധിച്ചുകൊണ്ടിരിക്കണം. പലപ്പോഴും നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ലിസ്റ്റിൽ ചിലര് അനർഹരായി മാറും. അപ്പോൾ അർഹതപ്പെട്ടവർ പുറത്തു നിൽക്കുകയും അനർഹരായ ആളുകൾ പെൻഷൻ വാങ്ങിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടാവും. കഴിഞ്ഞ ദിവസം ഒരു വളരെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ തമാശയായിട്ടല്ല പറഞ്ഞത്, ലോസ് ഏഞ്ചൽസിൽ നിന്ന് ഒരാൾ വിളിച്ചു, എൻ്റെ ഈ മാസത്തെ പെൻഷൻ കിട്ടിയിട്ടില്ലെന്ന് അവർ. അപ്പോൾ ചിലപ്പോൾ അവർക്ക് കൊടുക്കുന്ന സമയത്ത്, അവരെ നിശ്ചയിക്കുന്ന സമയത്ത് അവർ അർഹരായിരിക്കും. പിന്നീട് അവരുടെ വരുമാനം വർദ്ധിക്കുകയും മറ്റു പല കാര്യങ്ങൾ ഉണ്ടാകുകയും ചെയ്തതിന്റെ ഭാഗമായി അവർ അനർഹരായി മാറും. അപ്പോൾ അനർഹരായ ആളുകൾ ലിസ്റ്റിലുണ്ടെങ്കിൽ അർഹരായ ആളുകൾ പുറത്തു നിൽക്കുകയാണ്, അർഹരായ ആൾ. അപ്പൊ അത് യഥാർത്ഥത്തിൽ പീരിയോഡിക്കലായിട്ടുള്ള പരിശോധനകൾ നടത്തി അനർഹരെ അതിൽ നിന്ന് പുറത്താക്കുകയും അർഹരായ ആളുകൾക്ക് പെൻഷൻ കൊടുക്കാനുള്ള സംവിധാനം ചെയ്യുകയും ചെയ്യണം. തീർച്ചയായിട്ടും അത് തന്നെയാണ് സർക്കാരിന്റെ നിലപാട്. കാര്യത്തിൽ ചില മാനദണ്ഡങ്ങൾ, വ്യാപകമായ പരാതികൾ ഉന്നയിക്കപ്പെടുന്നുണ്ട്. നേരത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സൂചിപ്പിച്ച കാര്യം, AC-യുടെ കാര്യം. ഒരു വീട്ടിൽ AC ഉണ്ടെങ്കിൽ അതിന്റെ പേരിൽ ക്ഷേമ പെൻഷൻ നിഷേധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. രോഗികളായിട്ടുള്ള ആളുകൾക്ക് ഡോക്ടർമാരാണ് പലപ്പോഴും AC നിർദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഡയാലിസിസ് ആയ പേഷ്യൻസ്, അവരെ കൊണ്ടുപോകാൻ വേണ്ടി ചിലപ്പോൾ നാട്ടുകാരൊക്കെ പണം പിരിച്ച് വാഹനം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അത്തരം ആളുകൾക്ക് പെൻഷൻ നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരം മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്താൻ സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് പരിശോധിക്കപ്പെടേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് കാലാകാലങ്ങളിൽ അത് പരിശോധിച്ച് വേണ്ട നടപടികൾ, ജനങ്ങളുടെ ഭാഗത്തു നിന്ന് വരുന്ന പരാതികൾ പരിഹരിച്ച് കുറ്റമില്ലാതെ ഇത് ഭംഗിയായിട്ട് വിതരണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടികളാണ് സ്വീകരിക്കേണ്ടത്. ഏത് ഗവൺമെന്റ് ആണെങ്കിലും കാലാകാലങ്ങളിൽ പരിശോധന നടത്തി വേണ്ട പരിഷ്കാരങ്ങൾ ഇതിൽ ഏർപ്പെടുത്തണം എന്ന് തന്നെയാണ് ഈ സർക്കാരിന്റെ നിലപാട്. അപ്പോൾ പെൻഷന്റെ അർഹത മാനദണ്ഡ പരിശോധനകളിൽ ഇളവ് വരും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ പെൻഷൻ നമ്മുടെ സംസ്ഥാനത്ത് സജീവമായിട്ട് വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. വീടുകളിൽ പെൻഷൻ ലഭിച്ചിട്ടുള്ള ആളുകൾ താഴെ നിന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക.